ലൈക്ക് യു അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ 5 അടി പോലും നിർത്താറില്ല. എന്തുകൊണ്ടാണ്? ദ ലെവനാണ് ലിവൻ. ഇവനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവൻ്റെ ഒരു ധാർഷ്ട്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇവനെപ്പോലുള്ളവർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്നുള്ളത്. ഇവരെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. ഇവരെന്തേലും ചെയ്താൽ കൈയടിക്കണം. ഇനി അതിനെന്തേലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ലെവൻ അങ്ങനെയുള്ളവരെ 5 അടി പോലും അകലെ നിർത്തില്ല എന്ന്. ഇവൻ ആരാ 5 അടി പോലും അകലെ നിർത്തില്ല എന്ന് പറയാൻ? സത്യം പറഞ്ഞാൽ ഇവനെയാണ് 10 അടി കൊടുത്തിട്ട് അകലെ നിർത്തേണ്ടത്. കാരണം ഇവൻ എവിടെ പോയി കഴിഞ്ഞാലും പറയണത് ഇവൻ ചെയ്യണത് മാത്രമാണ് ശരിയെന്ന്. ബാക്കിയുള്ള നോർമലായിട്ട് ജീവിക്കണ കോടാനുകൂടി മനുഷ്യന്മാരുണ്ട്, ഓരൊക്കെ ഇവനക്ക് പുച്ഛം. ഇവൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയിട്ട് 2-3 സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്. അതെന്താന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഒന്നും നിങ്ങളിൽ ഇല്ലാത്തവനും ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടല്ല, അത് വരത്തില്ല. അങ്ങനെയുള്ള ക്വാളിറ്റിയും ഹ്യൂമാനിറ്റിയും അച്ചീവ് ചെയ്യണമെങ്കിൽ നല്ല മനസ്സുള്ള ഹ്യൂമാനിറ്റിയുള്ള നല്ല മനുഷ്യനാവണം. ഐ തിങ്ക് യു ആർ നോട്ട് ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. അതുകൊണ്ട് ആ ക്വാളിറ്റി വരാൻ ചാൻസ് ഇല്ല. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ പുറത്തുള്ള ഏതെങ്കിലും പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ലൂസേഴ്സിന്റെ അക്സെപ്റ്റൻസിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഏതേ മരമൊണ്ണ ഓൻ പറഞ്ഞ കേട്ടില്ലേ, അവരെ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ലൂസേഴ്സ്. എടാ ചങ്ങായി, അതിൽ എൻ്റെയൊക്കെ മാതാപിതാക്കളും പെടും. അത് ഓർത്താ നല്ലത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിക്കണതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നറിയോ? നൂതില അവരണ്ട് വെളുപ്പിക്കണം. ഈ നൂതിലാണ്ട് കരഞ്ഞു കാണിച്ചപ്പോൾ ഓരെ സപ്പോർട്ട് ചെയ്യാൻ എത്ര ആൾക്കാരാ! ഊഫ്. പക്ഷെ ആരും കാണാതെ എപ്പോഴും കുറച്ച് പേര് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഇവരെയൊക്കെ മാതാപിതാക്കൾ. ആ നൂറനൊക്കെ എത്ര പൊന്നുപോലെ വളർത്തിയെന്ന് ഓളെന്നെ അതിൽ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഇപ്പോൾ ആ വാപ്പാക്ക് തിരിച്ചു കൊടുത്തത്? നെഞ്ചോട് ചേർത്ത് വളർത്തി ആ വാപ്പാൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാണ് ഓൾ ഇറങ്ങിപ്പോയത്. അതും ആദില എന്ന് പറയുന്ന പെണ്ണിൻ്റെ ഒപ്പം. എന്നിട്ട് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി ഒരുമിച്ച് കൂത്താടാൻ. ഇതിനൊക്കെ കൂത്താട്ടം തന്നെ പറയുള്ളൂ. ഇതൊക്കെ ഏത് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയിട്ടും കാര്യമില്ല. ആ മാതാപിതാക്കളുടെ കണ്ണീരിന് പടച്ചവൻ്റെ മുന്നിൽ എന്തായാലും ഉത്തരം പറയേണ്ടി വരും. ഇനിയിപ്പോൾ കുറേ എണ്ണം വരും, അവർ ജീവിച്ചോട്ടെ, അവരും മനുഷ്യരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതന്നെ എനിക്കും പറയുള്ളൂ. മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ജീവിക്കണം. നോക്കാലോ ഇതൊക്കെ എത്ര കാലം ഇതേപോലെ മുന്നോട്ട് പോകുന്നു. ആ മണകുണാൻ്റെ പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം. Your problem exactly? I have a problem with normalizing them. നോർമൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് നോർമലൈസ്, പിന്നെ എന്താണ് നോർമലൈസ് ചെയ്യുന്നത്? I don't think it's ഹെറ്ററോസെക്ഷൽ ലവ് മാത്രം നോർമലൈസ് ചെയ്യാൻ മതിയെന്നാണ്. എനിക്ക് നോർമലൈസ്. Okay, first of all, why are you here? ഇതിനെക്കുറിച്ച് മാത്രം വോയിസ് ഔട്ട് ചെയ്യാൻ. You don't ask me why am I here. അതാണ് ലക്ഷ്മി അടിച്ച് അണ്ണാക്കി കൊടുത്തു. ഇവൻ എന്തിനാ അവിടേക്ക് വന്നിക്കണേ? ഗെയിം കളിക്കാൻ വന്നാൽ ഗെയിം കളിക്ക്, അല്ലാതെ ഇങ്ങനെയുള്ള തെറ്റായ സന്ദേശം കൊടുക്കാനല്ല അങ്ങോട്ട് പോകേണ്ടത്. ഈ ബിഗ് ജോസ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വക്ക് പൊട്ടിയതും അണ്ണാൻ ചപ്പിയതുമായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടുക. എന്നിട്ട് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കണത്? എന്നിട്ട് ലാലേട്ടൻ പറയാം ഞാൻ അവരെ വീട്ടിൽ കയറ്റുന്നൊക്കെ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അധികം ആർക്കും കഴിയില്ല. ഈ 100 അവിടെ വന്നിട്ട് കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറിയപ്പോൾ കുറച്ച് ഫാൻസൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് കരുതി എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള തെറ്റായ ധാരണ വേണ്ട. 100-ൽ 98% ആൾക്കാരും ഇപ്പോഴും എതിരഭിപ്രായമുള്ള ആൾക്കാരാകാരം. പിന്നെ ലാലേട്ടൻ ഇതൊക്കെ പറയാം, ലാലേട്ടനല്ലല്ലോ ഇവരെ വളർത്തി വലുതാക്കിയിരിക്കുന്നത്. ഇത്രയും പോത്തുപോലെ വളർത്തി വലുതാക്കിയ ആൾക്കാർക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, എന്തുകൊണ്ടാണ് ഇവരെ മാതാപിതാക്കൾ പോലും ഇവരെ അംഗീകരിക്കാത്തത്? അതെന്താ മക്കളോട് സ്നേഹമില്ലായിട്ടാ? എല്ലാ മാതാപിതാക്കൾക്കും അറിയാം മക്കൾക്ക് ഏതാണ് നല്ലത് ഏതാണ് കെട്ടതെന്ന്. അപ്പോൾ ഇവരൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം തെറ്റായൊരു ജീവിതമാണ്. അതുകൊണ്ടാണ് ഇവരെ വീട്ടുകാർ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യാത്തത്. അതാ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഞാൻ വീട്ടിൽ കയറ്റും എന്ന് പറയുന്നത് വലിയ മാസ. എന്നിട്ട് അത് കേട്ടിട്ട് കൈയടിക്കാൻ കുറേ മരപ്പാടുകളും. പ്രത്യേകിച്ച് ഈ ഷോയിൽ ഇത് എന്തൊക്കെ ഒരു വലിയൊരു സംഭവമായിട്ടാണ് സപ്പോർട്ട് ചെയ്യണത്. എന്തുവാടെ ബിഗ് ജോസേ? ഈ ബിഗ് ജോസ് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരിക, ഇതൊരു നേരായ പാതയാണ്, ഇങ്ങനെയും ജീവിക്കാം എന്നുള്ള തെറ്റായൊരു സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലെവൻ പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം. എന്റെ റിയൽ ലൈഫിൽ പീപ്പിൾ ലൈക്ക് യു അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ 5 അടി പോലും നിർത്താറില്ല. എന്തുകൊണ്ടാണ്? മോശമായി എന്നുള്ളത് കൊണ്ടല്ല, അത്രയും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ആൾക്കാർ ഏറ്റവും മോശമായതുകൊണ്ട്. Because of that. Yeah, really. You don't want to normalize something. Who are you to normalize something that's all? ഇവൻ ആര് വേറുള്ള ആൾക്കാരത്ത് ഇങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ പറയാന്? ഇവനോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, റിയാസേ അനക്ക് അങ്ങനത്തെ ചിന്താഗതി ഉണ്ടെങ്കിൽ ഒറ്റക്കണ്ട് ചിന്തിച്ചാൽ പോരെ. മറ്റൊരാളുടെ ചിന്താഗതിയെ അതിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകാൻ അനക്കൊരു അധികാരമില്ല. പിന്നെ ലക്ഷ്മിക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അവരുടെ ചിന്താഗതി. ഓരോ മനുഷ്യന്മാർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ഇവിടെ. ഈ നൂതിലയുടെ നടത്തവും പെരുമാറ്റമൊക്കെ കണ്ടിട്ട് ചില ആൾക്കാർക്കൊക്കെ സാധാപം തോന്നിയേക്കാം. പക്ഷെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊന്നും അധികാരം അംഗീകരിച്ചു കൊടുക്കൂല. അത്രക്കും തെറ്റായൊരു ജീവിതമാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ. വേറെയും കുറേ പേരുണ്ട് ഈ സമൂഹത്തിൽ ഇതേപോലുള്ള ആൾക്കാർ. പക്ഷെ അവരാരും ആരെയും അപമാനിക്കാനോ അഭിനയിക്കാനോ വന്നിട്ടില്ല. പക്ഷെ ഇവരൊക്കെ സ്വന്തം കുടുംബത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിക്കാനായിട്ട് സകല മീഡിയക്ക് മുന്നിലും ഇങ്ങനെയുള്ള ഷോകളിലും വന്നിട്ട് ഇപ്പോഴും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഇവരൊന്നും മാറാൻ പോകില്ല എന്നറിയാം. പക്ഷേ ഇവൻ്റെയൊക്കെ വർത്താനം കേൾക്കുമ്പോൾ 2 പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇത്രേ പറയാനുള്ളൂ. ഇവരൊക്കെ ചെയ്യുന്ന ഈ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അതൊക്കെ തിരുത്തി സമൂഹത്തിൻ്റെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.